ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പൊ ഇന്ന് ഒരു ചെറിയ ഷോപ്പിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. അതിനു മുമ്പായിട്ട് തന്നെ ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ഒരു ലിസ്റ്റ് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചാണ് സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പൊ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പോവാം. അപ്പോൾ ദേ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ താഴെ തന്നെ ഫുഡ് കോർട്ടില്ലേ, അവിടുന്ന് ഇതുപോലെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ച് മുകളിൽ കൊണ്ടുവച്ച് കഴിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഇന്നും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ദേ അവർ പറഞ്ഞ ഫുഡെല്ലാം കിട്ടിയതിൻ്റെയാണ്. അയാൾക്ക് നൂഡിൽസ് മതി, അത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ്. അതിനുശേഷം എന്താ നമ്മൾ താഴെ വന്നിട്ട് ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ അവിടെ വെച്ച് തന്നെ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് ബാഗുകളിലാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. ഈ കണ്ടോ, സ്ട്രോബെറി കണ്ടോ നിങ്ങൾ, ഹാർട്ടിന്റെ ഷേപ്പിലുള്ളത്, വാലന്റൈൻസ് ഡേ ആണ് കേട്ടോ. ഹായ്, അപ്പോൾ ഷോപ്പ് ചെയ്യുന്ന വീഡിയോ കണ്ടില്ലേ നിങ്ങളൊക്കെ? അത് ഇന്നലെയാണ് ആക്ച്വലി ഷോപ്പിങ്ങിന് പോയത്. അപ്പൊ ഞങ്ങൾ എപ്പോൾ ഷോപ്പിങ്ങിന് പോയാലും രാത്രിയാണ് പോകുന്നത്. കാരണം രാത്രി ആവുമ്പോൾ അവിടെ ഭയങ്കര തിരക്ക് നല്ല കുറവായിരിക്കും. അല്ലെങ്കിൽ ഫസ്റ്റ് കസ്റ്റമറായിട്ട് പോകണം. അല്ലാത്ത സമയത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. അപ്പം നമുക്ക് ഈ റഷിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും നോക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും അങ്ങനെ തന്നെയാണ് പോകുന്നത്. പിന്നെ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞാൻ 3 ബിഗ് ഷോപ്പർ ഓൾറെഡി അങ്ങനെ കൊണ്ടുപോകും. ബിഗ് ഷോപ്പർ എന്ന് പറഞ്ഞാൽ ക്യാരി ബാഗില്ലേ, അത് 3 കൊണ്ടുപോകും. ഒന്ന് നമ്മുടെ ഈ ക്ലീനിങ് പ്രോഡക്ട്സ് വെക്കാനും, പിന്നെ ഒന്ന് നമ്മുടെ ഗ്രോസറി വെക്കാനും, പിന്നെ ഒന്ന് നമ്മൾ ഉടനെ തന്നെ വന്ന ഉടനെ തന്നെ റെഫ്രിജറേറ്റ് ചെയ്യേണ്ട സാധനങ്ങളുണ്ടല്ലോ അത് വെക്കാനും, അങ്ങനെ 3 കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ റെഫ്രിജറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഞാൻ ഇന്നലെ വന്ന ഉടനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. പനീർ, ചിക്കൻ, പിന്നെ തൈര്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇനി കാണിക്കാൻ പോകുന്ന ഗ്രോസറിയും പിന്നെ ക്ലീനിങ് പ്രോഡക്ട്സിന്റെയും സാധനങ്ങൾ മാത്രമാണ്. ബാക്കി വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ആഴ്ചയിലൊരിക്കലാണ് അങ്ങനെ വാങ്ങാറുള്ളത്. അപ്പോൾ അതനുസരിച്ച് പിന്നെ അപ്പം ഇന്നലെ നിങ്ങൾ മേടിച്ചത് എന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. ചെറിയ ചെറിയ ഭാഗങ്ങളെ കാണിച്ചിട്ടുള്ളൂ. അപ്പം എന്തൊക്കെയാണ് ഇന്നലെ മേടിച്ചതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യവും ലുലുവിൽ നിന്നാണോ വാങ്ങുന്നത് ചോദിച്ചാൽ മെജോറിറ്റി സാധനങ്ങളും ലുലുവിൽ നിന്നാണ് വാങ്ങുന്നത്. കാരണം ലുലുവിൽ ഓഫറുകൾ ഉണ്ടാവും. പിന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ലുലുവിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ പെട്ടെന്ന് എനിക്ക് വണ്ട് കയറുന്നതായിട്ട്, ചെള്ളൊക്കെ ഇല്ലേ, അത് കയറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബാക്കി സാധനങ്ങൾ പെട്ടെന്ന് കേട് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്കൊന്ന് ഞാൻ ഉപയോഗിക്കുന്ന രീതിയുടെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ കൂടുതലും ലുലുവിൽ നിന്ന് വാങ്ങാറുണ്ട്. പോത്തീസിൽ നിന്ന് വാങ്ങും, രാമചന്ദ്രയിൽ നിന്ന് വാങ്ങും, അതുപോലെ തന്നെ മോറിയിൽ നിന്ന് വാങ്ങും. അപ്പം നമ്മൾ അവൈലബിലിറ്റി അനുസരിച്ച് വാങ്ങും. പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം ലുലുവിൽ പോകും. കാരണം ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ മിക്കവാറും അവിടെ ഓഫറുകൾ ഉണ്ടാവും. മുമ്പ് ബിഗ് ബസാർ ഉണ്ടായിരുന്ന ആ സമയത്ത് ഞാൻ ബിഗ് ബസാറിൽ നിന്നാണ് സ്ഥിരം മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് മതിയാക്കിയതിന് ശേഷം എനിക്ക് അങ്ങനെ അത്ര ആ സ്മാർട്ട് ബസാർ വന്നെങ്കിലും അത്രയും വലിയ ഓഫർ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഷോപ്പ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിയെന്ന് കാണാം. നമുക്കൊന്നും കൂടെ നോക്കാം. അപ്പോഴത്തേക്ക് സാധനങ്ങൾ നോക്കാം. ആദ്യം തന്നെ അരി. ഇത് 2 കിലോ സുലേഖ അരിയാണ്. കുറച്ച് അരി കഴിഞ്ഞ മാസം വാങ്ങിച്ചത് ബാക്കി ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് 2 കിലോ മേടിച്ചത്. പിന്നെ ഞങ്ങൾ ഒരു നേരം മാത്രമേ ചോറ് ഉപയോഗിക്കുകയുള്ളൂ, ചോറ് കഴിക്കത്തുള്ളൂ. ബാക്കി കാപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും രാത്രി. അപ്പോൾ അതുകൊണ്ട് അരി വലുതായിട്ട് ചിലവാവില്ല. മാത്രമല്ല മക്കൾക്ക് അങ്ങനെ സാധാ ചോറും കറിയും ഒക്കെ ഭയങ്കര പാടാണ് കഴിപ്പിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് കഴിവതും ഇതുപോലെയുള്ള ജീരകശാല അരിയും ബസ്മതി അരിയും വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ മാറി മാറി അവർക്ക് ഫ്രൈഡ് റൈസോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് കൂടാതെ പച്ചരി ഉപയോഗിക്കും. നമ്മളെ അപ്പം ചുടാനും അതുപോലെ തന്നെ ഇടിയപ്പത്തിന് പൊറപ്പിക്കാനും നമ്മൾ ഇഡ്ഡലിക്ക് ആട്ടാനും ഒക്കെ എടുക്കാറുണ്ട്. പക്ഷെ പച്ചരി ഞാൻ നമ്മുടെ റേഷൻ കട വഴി കിട്ടത്തില്ലേ, അതാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിവിടെ കാണിക്കുന്നില്ല.
ഓൾറെഡി മേടിച്ചു. പിന്നെ ഇത് സോൾട്ടാണ്, ഉപ്പാണ്, പിങ്കു സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കല്ലുപ്പും ഉപയോഗിക്കും. അപ്പോൾ കഴിഞ്ഞ മാസം കല്ലുപ്പ് മേടിച്ചത് ഓൾറെഡി മിച്ചം ഇരിപ്പുണ്ട്. അപ്പം അത് മതിയാവും ഈ മാസത്തേക്ക്. അതുകൊണ്ട് കല്ലുപ്പ് എടുത്തില്ല, പിങ്ക് സോൾട്ട് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ പഞ്ചസാര ബ്രൗൺ ഷുഗറാണ്. പിന്നെ ഇത് ശർക്കരയാണ്, ഒരു 1/4 കിലോ ശർക്കര പൊടിച്ചതാണ്. പിന്നെ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. പിന്നെ ഇവിടെ ചായ ഹസ്ബൻഡ് മാത്രമേ ചായ കുടിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ചായപ്പൊടി മേടിച്ചാൽ ഒരു 2 അല്ലെങ്കിൽ 3 മാസം വരെ, 2-2.5 മാസം സുഖമായിട്ട് പോവും. അതുകൊണ്ട് തേയിലപ്പൊടി മേടിച്ചിട്ടില്ല. പിന്നെ ഈ കോഫി പൗഡർ എന്ന് പറയുമ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇത് വെച്ച് നമ്മുടെ നല്ല അടിച്ചു പതപ്പിച്ച കോഫിയില്ലേ, ക്യാപ്പുച്ചീനോന്നോ ഡാൽഗോണോ കോഫി അതുപോലെയൊക്കെ ഉള്ള കോഫി ഉണ്ടാക്കി കുടിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് ആഴ്ചയിൽ ഒരു ദിവസമേ ഉണ്ടാക്കി കുടിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത് മതി. ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ മക്കളും കൂടെ വേണമെന്ന് പറയും, എന്നാലും ഈ ഒരു പാക്കറ്റ് മതിയാവും. അതുകൊണ്ട് എല്ലാ മാസവും ഇത് ഒരെണ്ണം വാങ്ങും. പിന്നെ ഒരു പാക്കറ്റ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. ഇത് 6 പാക്ക് ഉള്ളതാണ്. അപ്പോൾ ഇവർക്ക് 3 പാക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഫില്ലാവും. 2 പ്രാവശ്യത്തേക്കുണ്ട്. അതായത് കൂടിപ്പോയാൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും, വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ടേ, അങ്ങനെ. അതുകൊണ്ട് ഇത് മതിയാവും. പിന്നെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ചിലപ്പോൾ മേടിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിക്കാവേ. പിന്നെ ഇനി നമുക്ക് പൾസസ് നോക്കാം. ഇത് ഉഴുന്നാണ്, 1 കിലോ ഉണ്ട്. ഇത് പാശിപ്പരിപ്പാണ്, അതും 1 കിലോ ഉണ്ട്. കാരണം കഴിഞ്ഞ മാസത്തെ വാങ്ങിച്ചത് നന്നായിട്ട് തീർന്നു, ഒട്ടുമില്ല. അതുകൊണ്ടാണ് 1 കിലോ മേടിച്ചത്. കഴിഞ്ഞ മാസം മേടിച്ചില്ലായിരുന്നു, പാശിപ്പരിപ്പ് ഓൾറെഡി ഉള്ളത് കൊണ്ട് മേടിച്ചില്ലായിരുന്നു. പിന്നെ ഇത് ചെറുപയറാണ്, പച്ചപ്പയറില്ലേ, അതാണ്, അതും 1 കിലോ മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇടയ്ക്ക് ചിലപ്പോൾ മുളപ്പിച്ച് എടുക്കും, ഇല്ലെങ്കിൽ നമ്മുടെ ദോശമാവിൻ്റെ കൂടെയൊക്കെ അരച്ച് ചേർത്ത് ഉണ്ടാക്കും. കാരണം ഇതൊന്നും മക്കൾ അങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ അവർ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്ന കുറവായിട്ട് ഞാൻ അവർ കഴിക്കുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഉണ്ടാക്കുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് എപ്പോഴും പച്ചപ്പയർ കൂടുതൽ എടുക്കാറുണ്ട്. പിന്നെ പുട്ടും പയറും പപ്പടവും ഇല്ലേ, ആ കോമ്പിനേഷൻ കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് എന്തായാലും അപ്പം പയർ കഴിക്കും എന്നുള്ളതുകൊണ്ട് പയർ എന്തായാലും 1 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഗ്രീൻ പീസ് ആണ്, അത് 1/2 കിലോ ഗ്രീൻ പീസ്, 1/2 കിലോ വെള്ളക്കടല, 1/2 കിലോ കറുത്ത കടല, 1/2 കിലോ റവ, 1/2 കിലോ റവ. ഇത് മൈദാ മാവാണ്, ഇതൊരു 1/4 കിലോ മൈദാ മാവാണ്. പിന്നെ എണ്ണകളാണ്, ഇത് വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ, നല്ലെണ്ണ. വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലും ഓരോ ലിറ്റർ വീതമാണ്. നല്ലെണ്ണ വന്നിട്ട് 1/2 ലിറ്ററിൻ്റെ 2 പാക്കറ്റായിട്ടാണ് മേടിക്കുന്നത്. ഇങ്ങനെ മേടിക്കാൻ കാരണം, ഇങ്ങനെ മേടിക്കുമ്പോൾ ഒരു പാക്കറ്റ് നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കാനും ഒരു പാക്കറ്റ് നമുക്ക് പൂജാ റൂമിൽ യൂസ് ചെയ്യാനും എടുക്കാം. അപ്പം അതിൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇത് കടുക്, ഏലക്ക തീർന്നു, അപ്പം ഏലക്ക, നല്ല ജീരകം, ഉലുവ, ഇത് പെരിഞ്ജീരകം. പിന്നെ ഇത് മസാലക്കൂട്ടാണ് കേട്ടോ. അപ്പം ഞാൻ മസാല പൊടിയായിട്ട് മേടിക്കാറില്ല, ഇതുപോലെ മസാലക്കൂട്ട് മേടിച്ച് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുകയാണ്. ഇത് നമ്മുടെ ലുലുവിൽ നിന്ന് മേടിച്ചതല്ല കേട്ടോ. ലുലുവിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിന് ഭയങ്കര വിലയാണ്. ഇത് ഞാൻ മോറിൽ നിന്ന് എടുത്തതാണ്. ഇനി നമുക്ക് ക്ലീനിങ് പ്രോഡക്ട്സ് നോക്കാം. അപ്പം ദേ ഇതുണ്ടോ, വലിയ 5 ലിറ്ററിൻ്റെ 5 കിലോയുടെ വലിയ തുണി നനയ്ക്കുന്ന നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഒഴിക്കത്തില്ലേ ഡിറ്റർജൻറ്റ്, അതാണ്. അപ്പം അത് വലിയ 5 ലിറ്ററിൻ്റെ മേടിക്കും. അപ്പം അത് കുറച്ച് നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. മാത്രമല്ല മിക്കവാറും ഓഫർ ഈ വലിയ ഇതിനായിരിക്കും കിട്ടുക. പിന്നെ ലൈസോൾ തീർന്നതുകൊണ്ട് ഒരു ബോട്ടിൽ ലൈസോൾ മേടിച്ചു. ഇത് കുറേ ദിവസത്തേക്ക് എനിക്ക് കിട്ടും കേട്ടോ, കുറച്ച് ഒരു 2-3 മാസത്തേക്ക് ഉണ്ടാവും. പിന്നെ അതേ ഹാർപ്പിക്ക് മേടിച്ചു, ടോയ്ലറ്റ് ക്ലീനർ മേടിച്ചു, ബാത്റൂം ക്ലീനർ മേടിച്ചു, ഫ്ലോർ ക്ലീനറില്ലേ അത് മേടിച്ചു. ഇത് നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ്, ഇത് തുണി ഫാബ്രിക് സോഫ്റ്റ്നറില്ലേ അതാണ്, അത് ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ മേടിച്ചതാണ്. പിന്നെ ഹാൻഡ് വാഷിൻ്റെത് ഇങ്ങനത്തെ സാഷയാണ്, ഇത് ഉണ്ടായിരുന്നേ, ഇത് ഞാൻ ഇന്നലെ തീർന്നതുകൊണ്ട് ഇതിൽ നിന്ന് ഒരെണ്ണം പൊട്ടിച്ചെടുത്തായിരുന്നു. അപ്പോൾ ഇത് 3 എണ്ണമായിട്ട് ഒരുമിച്ചാണ് ഇത് നിൽക്കുന്നത് കേട്ടോ. അപ്പം അതും ഓഫർ കണ്ടുകൊണ്ടാണ് അങ്ങനത്തത് എടുത്തത്. പിന്നെ സ്ക്രബ്, ഇത് നോർമൽ സ്ക്രബ് ഉണ്ടല്ലോ, പിന്നെ ഇത് മറ്റേ സ്റ്റീലിൻ്റെ സ്ക്രബ് അങ്ങനെ മേടിച്ചു. പിന്നെ ഇത് നമ്മുടെ സ്റ്റിഫ് ആൻഡ് ഷൈൻ. അപ്പം അത് ഏറ്റവും ചെറിയ ബോട്ടിലാണ് മേടിച്ചത്. കാരണം ഇവിടെ ഞങ്ങളുടെ തുണികളിൽ അങ്ങനെ ഈ സ്റ്റിഫ് ആൻഡ് ഷൈൻ, ഈ ക്രിസ്പ് ഇതൊന്നും ചേർക്കാറില്ല.
കുട്ടികളുടെ യൂണിഫോമിന് വേണ്ടിയിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ ഇനി ഈ ഒരു മാസവും കൂടെ മതിയല്ലോ, അതുകൊണ്ട് ചെറിയൊരു ബോട്ടിലാണ് മേടിച്ചത്. പിന്നെ സോപ്പ്, പിന്നെ ദേ സോപ്പ് പിയേഴ്സിൻ്റെ 2 സോപ്പ്, അതുപോലെ തന്നെ ഡവിൻ്റെ ഒരു പാക്കറ്റ്. പിന്നെ പേസ്റ്റ് വന്നിട്ട് ദേ ഇതുപോലത്തെ 20ൻ്റെ പാക്കറ്റേ വാങ്ങുള്ളൂ. കാരണം മക്കൾ പേസ്റ്റ് എടുക്കുമ്പോഴേ, പ്രത്യേകിച്ച് ഇളയ ആള് പേസ്റ്റ് എടുക്കുമ്പോൾ ഒത്തിരി പേസ്റ്റ് വേസ്റ്റാക്കി കളയും കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇതുപോലത്തെ ചെറിയ പാക്കറ്റ് മേടിച്ചേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഒത്തിരി അങ്ങ് കളയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ വലിയ പേസ്റ്റ് ആകുമ്പോൾ അങ്ങ് പ്രസ് ചെയ്യുമ്പോൾ ഒത്തിരി വരും, അതൊന്ന് ആശാത്തി കളയും. പിന്നെ ഫേസ് വാഷ്, ഇത് തീരുമ്പോഴാണ് മേടിക്കുന്നത്. ഫേസ് വാഷ് മിക്കവാറും വാങ്ങിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ നിവ്യയുടെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം, പിന്നെ അതെ റെക്സോണയുടെ 2 റോൾ ഓൺ. അപ്പം ഇത്രയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതെങ്ങനെയാണ് ഞാൻ മേടിക്കുന്നത്, ഈ മേടിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ആ ഷോപ്പിംഗ് ലിസ്റ്റ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ള വീഡിയോ വേണമെങ്കിൽ ചോദിക്കണം കേട്ടോ. നല്ല ഹെൽപ്ഫുള്ളാണ്, നമുക്ക് ഒരുപാട് പൈസ അതിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. നല്ല യൂസ്ഫുൾ ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.